മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അപ്പൊ നമ്മൾ എല്ലാവരും ഇതാ ബേസിക് സയൻസിന്റെ എക്സാമിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ലൈഫ് വിത്തിൻ ദ സീഡ്, വിത്തിനുള്ളിലെ ജീവൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഖില മിസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ പോവാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? ഇവിടെ ഇതാ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. ഒന്നാമത്തെ ചിത്രം എന്തിന്റെയാണ്? നമ്മുടെ ഡ്രം സ്റ്റിക് സീഡ് അല്ലെ, മുരിങ്ങ വിത്താണ്. രണ്ടാമത്തെ നമ്മുടെ കെലോട്രോപിക് സീഡ്, നമ്മുടെ എരുക്ക് വിത്താണ്. നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്താണ്? റൈറ്റ് ഡൗൺ ദ അഡാപ്റ്റേഷൻസ് ഫോർ സീഡ് ഡിസ്പേഴ്സൽ ഓഫ് ഈച്ച് പ്ലാന്റ്. ഓരോ പ്ലാന്റിലും അല്ലെ, ഇവിടെ തന്നിട്ടുള്ള ആ രണ്ട് പ്ലാന്റ്സിലും സീഡ് ഡിസ്പേഴ്സലിന്റെ വിത്ത് വിതരണത്തിന്റെ അഡാപ്റ്റേഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് ഈ സീഡ് ഡിസ്പേഴ്സൽ ഏത് ടൈപ്പ് ആണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തത് എന്താണ്? വേറെ ഏതെങ്കിലും രണ്ട് രീതി, വിത്ത് വിതരണത്തിന്റെ ഏതെങ്കിലും രണ്ട് രീതി എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഇവിടെ ഇതായി രണ്ട് പിക്ചേഴ്സും കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലെ, അതിന്റെ സീഡ് ഡിസ്പേഴ്സൽ അല്ലെങ്കിൽ വിത്ത് വിതരണം നടക്കുന്നത് ഏത് വഴിയാണ്? നമ്മുടെ മുരിങ്ങയാണെങ്കിലും നമ്മുടെ എരുക്കാണെങ്കിലും അത് കാറ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? വിൻഡ് വഴിയാണ് അതിന്റെ സീഡ് ഡിസ്പേഴ്സൽ അഥവാ വിത്ത് വിതരണം നടക്കുന്നത്. അങ്ങനെ വിൻഡ് വഴി വിത്ത് വിതരണം നടക്കണമെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അത് എന്തായിരിക്കും? ലൈറ്റ് സീഡ് ആയിരിക്കും അല്ലെ. വിത്തിന് രണ്ടിനും എന്തായിരിക്കും? ഭാരം കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ കാറ്റ് വഴി എന്ത് നടക്കുള്ളൂ? സീഡ് ഡിസ്പേഴ്സൽ നടക്കുള്ളൂ. അപ്പൊ ഒരു പോയിന്റ് കിട്ടി അല്ലെ, നമുക്ക് രണ്ടിന്റെയും ഓരോ പോയിന്റ് വീതം കിട്ടി. അടുത്തത് എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള മുരിങ്ങ വിത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബട്ടർഫ്ലൈന്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ ഇവയ്ക്ക് എന്തുണ്ട്? ചിറകുകളുണ്ട് അല്ലെ. ചെറിയ രണ്ട് ചിറകുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ചിറക്, ദേ ഹാവ് വിങ്സ്, അല്ലെങ്കിൽ ചിറകുള്ള വിത്തുകൾ ആയതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? കാറ്റിലൂടെ പറന്നു പോകാൻ പറ്റും. ഇനി നമ്മൾ താഴെ കാണുന്ന ഇതിന്റെ ആണെങ്കിലോ, ഹെലോട്രോപിസ് അല്ലെങ്കിൽ എരുക്കാണെങ്കിലോ, അത് നമ്മുടെ അപ്പൂപ്പൻ താടി പോലെ ഇതിന് എന്തുണ്ട്? ഹെയർ ലൈക്ക് പാർട്സ് ഉണ്ട് അല്ലെ. പറക്കാൻ അതിന് രോമം പോലെയുള്ള ഭാഗങ്ങളുണ്ട്. അപ്പൊ അതിന് എന്ത് ചെയ്യാൻ പറ്റും? പറന്നു പോകാൻ പറ്റും. സെറ്റ് അല്ലേ മക്കളെ? ഇനി അതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏതെങ്കിലും അല്ലെ, സീഡ് ഡിസ്പേഴ്സിന്റെ ഏതെങ്കിലും രണ്ട് മെത്തേഡ്സ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ത്രൂ വിൻഡ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ടുള്ളത് അല്ലെ. ബാക്കി എന്തൊക്കെ നമുക്ക് അറിയാൻ പറ്റും? ഇവിടെ ഇതാ ത്രൂ വാട്ടർ അല്ലെ, ജലം വഴി എന്ത് നടക്കാറുണ്ട്? വിത്ത് വിതരണം ചെയ്യാറുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സീഡ് ഡിസ്പേഴ്സൽ ചെയ്യാറുണ്ട്, സീഡ് ഡിസ്പേഴ്സൽ നടക്കാറുണ്ട്. ഇതേപോലെ എന്താണ്? ത്രൂ ആനിമൽസ് അല്ലെ, ജന്തുക്കൾ വഴി, ബേർഡ്സ് വഴി, പക്ഷികൾ വഴിയൊക്കെ അല്ലെങ്കിൽ മൃഗങ്ങൾ വഴിയൊക്കെ എന്ത് നടക്കാറുണ്ട്? സീഡ് ഡിസ്പേഴ്സൽ നടക്കാറുണ്ട്. ഇനി അല്ലാത്തൊരു കാര്യം കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് അല്ലെ, ബൈ ബേഴ്സ്റ്റിംഗ് എന്ത് നടക്കാറുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള സീഡ് ഡിസ്പേഴ്സൽ അല്ലെ. ലേഡീസ് ഫിംഗർ ഒക്കെ ആലോചിക്കുക. അതൊക്കെ ചില സമയത്ത് ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബൈ ബേഴ്സ്റ്റിംഗ്, പൊട്ടിത്തെറിച്ചും എന്ത് നടക്കാറുണ്ട്? നമ്മൾ പറയുന്ന വിത്ത് വിതരണം അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ നടക്കാറുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമ്മൾ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് നിങ്ങൾ ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ പിക്ചർ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ എല്ലാ എക്സസൈസിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് അല്ലെ. രണ്ട് പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ബ്രയോഫില്ലം, ഉരുളക്കിഴങ്ങ് അല്ലെ. ഇതിൽ രണ്ടിലും എങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? പുതിയ പ്ലാന്റ്, ന്യൂ പ്ലാന്റ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നാ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ തന്നിട്ടുള്ള ബ്രയോഫില്ലത്തിന്റെ വേറൊരു പേരാണ് ഇലമുളച്ചി അല്ലെ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇതിന് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത് ഏത് പാർട്ടിൽ നിന്നാണ്? ലീഫ് ആണ് അല്ലെ, ഇലയിൽ നിന്നാണ്. അതുകൊണ്ടാണല്ലോ അതിനങ്ങനെ വിളിക്കുന്നത്. ഇനി പറഞ്ഞിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ അല്ലെ, ഉരുളക്കിഴങ്ങ് നോക്കുകയാണെങ്കിലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എന്താണ്? മോഡിഫൈഡ് സ്റ്റെം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ഭൂകാണ്ഡം എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ആ പാട്ടിൽ നിന്നാണ് അതിൽ എന്തുണ്ടാവുന്നത്? ന്യൂ പ്ലാന്റ് ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇതിന്റെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ദ പ്ലാന്റ് ദാറ്റ് പ്രൊഡ്യൂസസ് സാപ്ലിങ്സ് ഫ്രം ഇറ്റ്സ് സ്റ്റെം ആൻഡ് സീഡ്. സ്റ്റെമ്മിൽ നിന്നും സീഡിൽ നിന്നും, അതായത് നമ്മുടെ തണ്ടിൽ നിന്നും, അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വിത്തിൽ നിന്നും പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ചെടീനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. മാംഗോ ട്രീ, നമുക്കറിയാം മാംഗോ ട്രീ എങ്ങനെയാ ഉണ്ടാവുന്നത്? വിത്തിൽ നിന്നാണ്. ജാസ്മിൻ നമുക്കറിയാം, നമ്മുടെ മുല്ല അല്ലെ, എങ്ങനെയാ ഉണ്ടാവുന്നത്? നമ്മുടെ തണ്ടാണ് അല്ലെ. നമ്മൾ അടുത്ത വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും, ഒരു തണ്ട് തരുമോന്നേ നമ്മൾ ചോദിക്കാറുള്ളൂ. അപ്പൊ തണ്ടാണ് നമ്മൾ കുഴിച്ചിടാറുള്ളത്. ഇനി ലാസ്റ്റുള്ള ഈ റോസ് പ്ലാന്റ്, റോസും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തണ്ടാണ് അല്ലെ കുഴിച്ചിടാറുള്ളത്. അപ്പൊ ഇതിലൊന്നും പെടാതിരിക്കുന്നത് ആരാണ്? നമ്മുടെ ഡ്രം സ്റ്റിക് അല്ലെ, നമ്മുടെ മുരിങ്ങയാണ്. അപ്പൊ മുരിങ്ങയുടെ വിത്തിന്റെ കാര്യം മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ മുരിങ്ങയുടെ പ്രത്യേകത, മുരിങ്ങയുടെ തണ്ടും എന്ത് ചെയ്യാറുണ്ട്? കുഴിച്ചിടാറുണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചേക്ക, ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ വിത്ത്
വിത്തിൽ നിന്നും അതേപോലെ നമ്മുടെ തണ്ടിൽ നിന്നും പുതിയ പ്ലാന്റിനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെടി അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ മുരിങ്ങ അഥവാ നമ്മുടെ ഡ്രം സ്റ്റിക്ക് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അല്ലെ, താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ നമ്മുടെ കായിക പ്രജനനവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഇത് അറിയണമെങ്കിൽ നമുക്ക് എന്താണ് കായിക പ്രജനനം എന്ന് അറിയണ്ടേ? എന്തിനാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്? ഒന്നുമില്ല, പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്നത് റൂട്ടിൽ നിന്നോ സ്റ്റെമ്മിൽ നിന്നോ ലീഫിൽ നിന്നോ ആണെങ്കിൽ, വേര്, തണ്ട്, ഇല ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നെങ്കിൽ ആ ടൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനം എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ നമുക്ക് ഓരോന്ന് വീതം നോക്കാം കേട്ടോ. ഇവിടെ ആദ്യത്തെ പോയിന്റ് ഇതാണ്, ന്യൂ പ്ലാന്റ്സ് ആർ ഫോംഡ് ഫ്രം സീഡ്സ്. ആ കേട്ടാൽ തന്നെ നമുക്കത് ഒഴിവാക്കാം. അല്ലെ, സീഡ്സിൽ നിന്ന് ഉണ്ടാവുന്നതിനല്ല നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ന്യൂ പ്ലാന്റ്സ് ആർ ഫോംഡ് ഫ്രം ലീഫ് ആൻഡ് സ്റ്റെം, ഇലയിൽ നിന്നും തണ്ടിൽ നിന്നും. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ശരിയാണ് അല്ലെ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് പറ്റുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. മൂന്നാമത്തെ എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ടേക്ക് പ്ലേസ് ഓൺലി ഇൻ സീഡ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റിലെ വിത്ത് ഉണ്ടാവുന്ന ചെടിയിൽ മാത്രമാണ് പോലും കായിക പ്രജനനം നടക്കുക. തെറ്റല്ലേ മക്കളെ? വിത്തിന്റെ കാര്യം നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പറയേണ്ട കാര്യമില്ല അല്ലെ. ലാസ്റ്റ് നോക്കുക, ന്യൂ പ്ലാന്റ്സ് ഹാവ് ദ സെയിം ക്വാളിറ്റി ഓഫ് ഇറ്റ്സ് മദർ പ്ലാന്റ്. അല്ലെ, മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണവും പുതിയ ചെടിക്ക് ഉണ്ടാവും അല്ലെ. നമ്മൾ സാധാരണ തണ്ടൊക്കെ കുഴിച്ചിട്ടുണ്ടാവുന്ന ചെടിക്ക് എന്താണ്? ആദ്യത്തെ ചെടീനെ പോലെ തന്നെയല്ലേ ഉണ്ടാവാറുള്ളത്. അപ്പൊ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ബിയും നമ്മുടെ ഡിയും ആണ് അല്ലെ. രണ്ടാമത്തെയും നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ അല്ലേ? നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ഇത് ഒരു എക്സ്പെരിമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ നമ്മളോട് പറയാണേ, ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത് വെൽ ട്രെയിൻഡ് സോയിൽ, എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒട്ടും ജലാംശമില്ലാത്ത എന്തെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്? മണ്ണെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? അതിന്റെ അകത്തേക്ക് 4 or 5 പയറില്ലേ നമ്മുടെ പീ, അതിന്റെ സീഡ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുഴിച്ചിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിന് ആവശ്യത്തിന് എന്തൊക്കെ കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്? എയറും ലൈറ്റും ടെമ്പറേച്ചറും അല്ലെ. നമ്മുടെ വായു ആണെങ്കിലും പ്രകാശം ആണെങ്കിലും ശരി, താപനിലയാണെങ്കിലും ശരി, അതിന് കൊടുക്കണം, നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്യണം. ഇത്രയും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയാണ്, എക്സ്പെരിമെന്റ് സെറ്റ് ചെയ്യാൻ പറയാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? എന്താണ്? വിത്ത് മുളയ്ക്കുന്നതിനുള്ള ഏത് ഘടകത്തിന്റെ ആവശ്യകത കണ്ടെത്തുന്നതിനാണ് ഈ പരീക്ഷണം ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ തന്നിട്ടുള്ള എക്സ്പെരിമെന്റ് ഒരു സീഡിന്റെ ജെർമിനേഷന് ആവശ്യമായിട്ടുള്ള ഏത് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യുക? ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. വാട്ടർ ഉണ്ട്, സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ഉണ്ട്, എയർ ഉണ്ട്, സോയിൽ ഉണ്ട്. നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യാത്തത് എന്ന് ആലോചിച്ചാൽ മതിയില്ലേ. നമ്മൾ ഇതാ ഇവിടെ എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തൊക്കെ കൊടുക്കുന്നുണ്ട്? എയർ കൊടുക്കുന്നുണ്ട്, ലൈറ്റ് കൊടുക്കുന്നുണ്ട്, സ്യൂട്ടബിൾ ടെമ്പറേച്ചർ കൊടുക്കുന്നുണ്ട് അല്ലെ. നമ്മൾ വായുവും പ്രകാശവും അനുയോജ്യമായിട്ടുള്ള താപനിലയും കൊടുക്കുന്നുണ്ട്. എന്താണ് നമ്മൾ അവിടെ കൊടുക്കാതിരിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നില്ല? മണ്ണിനകത്ത് എന്തില്ല? ജലാംശം തീരെ ഇല്ല അല്ലെ. നമ്മൾ ഒട്ടും വാട്ടർ കണ്ടന്റ് ഒട്ടുമില്ലാത്ത സോയിലാണ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ വിത്ത് മുളയ്ക്കോ? സീഡ് ജെർമിനേഷൻ നടക്കുവോ? അപ്പൊ ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്ത് കിട്ടും നമുക്ക്? നമ്മുടെ വാട്ടർ അല്ലെ, ജലം. നമ്മുടെ ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ, ഒരു സീഡിന്റെ ജെർമിനേഷൻ നടക്കണമെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ജലം അത്യാവശ്യമാണ് അല്ലെ. ഈ ഒരു ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ് നമ്മൾ കൊടുക്കാത്തത്, അതായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ എക്സ്പെരിമെന്റിലൂടെ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. സെറ്റ് അല്ലേ മക്കളെ? ഇനി നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, മണ്ണിൽ ആഴത്തിൽ കുഴിച്ചിട്ട വിത്ത് മുളയ്ക്കാത്തതിന്റെ കാര്യം. നമ്മൾ ഒരുപാട് അല്ലെ, നല്ല ഡെപ്തിലാണ് സോയിലിൽ ഈ വിത്ത് കുഴിച്ചിടുന്നെങ്കിൽ അത് ചിലപ്പോൾ എന്ത് ചെയ്യില്ല? മുളയ്ക്കില്ല അല്ലെ, ജെർമിനേറ്റ് ചെയ്യില്ല. അപ്പൊ അതിന്റെ കാരണം, അതിന്റെ റീസൺ എന്താന്ന് ചോദിക്കുന്നുണ്ട്. എന്തായിരിക്കും അതിന്റെ കാരണം? നമുക്കറിയാം, വിത്ത് മുളയ്ക്കണമെങ്കിൽ എന്തൊക്കെയാണ് അത്യാവശ്യം വേണ്ടത്? വാട്ടർ വേണം, എയർ വേണം, സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറും വേണം അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ വാട്ടറിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ പറയണത് എന്താണ്? ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് എയർ. നമ്മൾ നല്ല താഴേക്ക് മണ്ണിന്റെ ഏറ്റവും അടിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവില്ല? വായുവിന്റെ അഭാവം ഉണ്ടാവും അല്ലെ. അവിടെ എയർ ഉണ്ടാവില്ല ആവശ്യത്തിന്. അതുകൊണ്ടാണ് അവിടെ വിത്ത് എന്ത് ചെയ്യാത്തത്? മുളയ്ക്കാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിത്ത് മുളയ്ക്കാൻ പ്രകാശം ആവശ്യമാണോ? നേരത്തെ നേരെ ഓപ്പോസിറ്റ് അല്ലെ. നേരത്തെ വാട്ടറിന്റെ ആണ് നമ്മൾ തെളിയിച്ചത്. ഇവിടെ എന്താണ്? വിത്ത് മുളയ്ക്കാൻ പ്രകാശം ആവശ്യമാണോ എന്ന് പരീക്ഷിക്കാൻ ഇതിന്റെ അകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെ. സൺലൈറ്റ് വേണോ വേണ്ടയോ എന്ന് കണ്ടുപിടിക്കാൻ ഇതിനകത്ത് എന്തൊക്കെ
മാറ്റങ്ങൾ നമ്മൾ വരുത്തണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ എക്സ്പെരിമെന്റ് അവിടെ എഴുതി കൊടുത്താൽ അതില്ലേ സൺലൈറ്റ് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആ എക്സ്പെരിമെന്റിൽ എന്ത് ഒഴിവാക്കണം? സൺലൈറ്റ് ഒഴിവാക്കണം. ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ഇവിടെ മിസ് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാ നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് സോയിൽ എടുക്കുക അല്ലെ, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ അകത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ വിത്തൊക്കെ ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉള്ള സാധനമാണ്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് ഒരു കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് അതിന് എന്ത് ചെയ്തേക്കുക, കവർ ചെയ്തേക്കുക കേട്ടോ. കാർഡ്ബോർഡ് പെട്ടീന്റെ ഉള്ളിലാക്കിയേക്കുക. അപ്പൊ എന്തേ കടക്കില്ല, സൂര്യപ്രകാശം കടക്കില്ല അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ വിത്ത് മുളയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് അറിയാം സൂര്യപ്രകാശം എന്തല്ല, വിത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ആവശ്യമല്ല, സൺലൈറ്റ് ആവശ്യമല്ല അല്ലെ. ചെടിയുടെ വളർച്ചയ്ക്കാണ് എന്ത് ആവശ്യമുള്ളത്, നമ്മുടെ സൺലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം ആവശ്യമുള്ളത്. വിത്ത് മുളയ്ക്കാൻ വേണ്ടത് ആരൊക്കെയാണ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എയറും നമ്മുടെ വാട്ടറും അതേപോലെ എന്തുവാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറും മതി. സെറ്റ് അല്ലേ മക്കളെ. അപ്പൊ ഈ എക്സ്പെരിമെന്റിന്റെ ഭാഗത്തുനിന്നും എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അതും കൂടെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എക്സാം ഒക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതുക കേട്ടോ. ബൈ.